എവിടെയും അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ മിടുക്കനാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ശക്തമായ പ്രതിരോധമാണ് അമേരിക്കയുടെ നീക്കങ്ങൾക്കെതിരെ തീർത്തിരിക്കുന്നത്. ഒരു മര്യാദയും ഇല്ലാതെ ഇറാനിയൻ കപ്പൽ ആക്രമിച്ച് അതിലെ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്നതിനെ ഇന്റർനാഷണൽ ലോ പ്രകാരം അമേരിക്കയ്ക്ക് ശക്തമായ നടപടി നേരിടേണ്ടി വരും. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഒരുമിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചത് ഇറാൻ അവർക്കെതിരെ ശത്രുത പ്രഖ്യാപിച്ചുകൊണ്ടല്ല, മറിച്ച് പല രാജ്യങ്ങളിലുമുള്ള അമേരിക്കയുടെ എയർബേസുകൾ തകർക്കാനാണ് ഇറാൻ കൃത്യമായി ശ്രമിച്ചത്. അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ ആഗ്രഹം ഇറാൻ കീഴടങ്ങണം, ഇറാൻ അവരുമായി ഒരു ഡീലിലേക്ക് എത്തണം. ഇറാൻ കഴിഞ്ഞ കുറേ നാളുകളായി ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അറ്റോമിക് എനർജിയുമായി ഒരു രീതിയിലും കൂടിയാലോചനകളില്ലാതെ അവരുടെ നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് നീങ്ങുകയാണ് എന്ന് മനസ്സിലാക്കി അമേരിക്ക ഒരു കടന്നുകൈ പ്രയോഗം നടത്താൻ ശ്രമിക്കുകയാണ്. ഇതിനോടകം തന്നെ അമേരിക്കയുടെ നഗരങ്ങൾ പലതും ചുട്ട് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാനിയൻ കേഷ്വാലിറ്റി കൂടുമ്പോഴും അമേരിക്കയ്ക്ക് ചങ്കെടുപ്പ് വലിയ തോതിലാണ്. കാരണം ഈ യുദ്ധം അനന്തമായി നീണ്ടുപോയാൽ, ഇറാൻ അതിന് മുതിർന്നാൽ റെജീം ചേഞ്ച് എന്ന് പറയുന്നത് ഇറാനിനല്ല മറിച്ച് അമേരിക്കയിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്.